ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ. 20 ക്വസ്റ്റ്യൻസ് ഉള്ള മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളില്ലേ കറണ്ട് അഫയേഴ്സിനകത്തുള്ള, അതെല്ലാം നമ്മുടെ മെമ്മറിയിൽ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടും മന്ത് വൈസ് ആയിട്ടും പോർഷൻസ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് ഞാൻ കമൻറ്റായിട്ട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മൊത്തം ഉള്ളത്. അതിലൊരു ക്വസ്റ്റ്യന് 3 സെക്കൻഡ് ടൈമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം ഏതാണ്? ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം ഏതാണ്? ആൻസർ ബാലസൗഹൃദ നഗരം. ആൻസർ തൃശ്ശൂരാണ് അല്ലേ, തൃശ്ശൂർ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണ്? ആൻസർ ധർമ്മടം അല്ലേ. ലൈബ്രറിയിലൊക്കെ കയറി കഴിയുമ്പോൾ നമ്മൾ ധർമ്മസങ്കടത്തിലാവും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞാണ് അല്ലേ. ധർമ്മടം ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിൽ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം. നാവികസേനയുടെ ആദ്യ വനിതാ പൈലറ്റ് ആരാണ്? നാവികസേനയുടെ കേട്ടോ, നാവികസേനയുടെ ആദ്യ വനിതാ പൈലറ്റ് ആരാണ്? ആൻസർ ശിവാംഗി സിംഗ് അല്ലേ, ശിവാംഗി സിംഗ്. നമ്മൾ നാവ് വെച്ചിട്ടല്ലേ ശിവനെ വിളിക്കണതായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം നാവികസേനയുടെ ആദ്യ വനിതാ പൈലറ്റാണ് കേട്ടോ. ആദ്യ വനിതാ പൈലറ്റ് ആരാണ്? ശിവാംഗി സിംഗ് ആണ്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള യുദ്ധഭൂമിയായിട്ടുള്ള സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ ആരാണ്? സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ ആരാണ്? ആൻസർ ശിവ ചൗഹാൻ ആണ് അല്ലേ. ഹിമാലയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൈലാസവും ശിവനായിട്ടൊക്കെ കണക്ട് ചെയ്തിരുന്നു കേട്ടോ. ശിവ ചൗഹാൻ. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. പുരുഷ ലോകകപ്പ് നിയന്ത്രിച്ചിട്ടുള്ള ആദ്യ വനിതാ റഫറി സ്റ്റെഫാനി ഫ്രപ്പാട്ട് ഏത് രാജ്യക്കാരിയാണ്? സ്റ്റെഫാനി ഫ്രപ്പാട്ട് ഏത് രാജ്യക്കാരിയാണ്? ഏതാ? ആൻസർ ഫ്രാൻസ് ആണ് അല്ലേ. ഫ്രപ്പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രാ വെച്ചിട്ടുള്ള ഫ്രാൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് തീർത്തേ. ഇനി ആറാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം. താർക്കികരായിട്ടുള്ള ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ആരാണ്? ആലോചിച്ചിട്ട് പറഞ്ഞേ. താർക്കികരായിട്ടുള്ള ഇന്ത്യക്കാർ. ആൻസർ അമർത്യ സെൻ അല്ലേ. സെന്നിൻ്റെ പേരിൽ ഇന്ത്യക്കാരൊക്കെ തർക്കിച്ചതായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു അല്ലേ. അമർത്യ സെൻ ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. ഏഴാമത്തെ ചോദ്യം. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും രചിച്ചത് ആരാണ്? കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും രചിച്ചത് ആരാണ്? ആൻസർ ശ്രീകുമാരൻ തമ്പി അല്ലേ, ശ്രീകുമാരൻ തമ്പി. ഇനി എട്ടാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? ആൻസർ മേപ്പാടിയാണ് അല്ലേ, വയനാട് ജില്ലയിലെ മേപ്പാടി. അപ്പോൾ സോളാറും അതുപോലെ തന്നെ വിൻഡും ഒക്കെ വരുന്നത് മേളിൽ നിന്നാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. മേപ്പാടിയാണ് വയനാട് ജില്ലയിൽ കേട്ടോ. ഇനി സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. ആൻസർ ചേളന്നൂർ അല്ലേ, ചേളന്നൂരാണ്. പത്താമത്തെ ചോദ്യം. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം. ആൻസർ അന്തിം പങ്കലാണ്. ആരാണ്? അന്തിം പങ്കൽ. അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപക പരിശീലന പദ്ധതി. ഏറ്റവും വലിയ അധ്യാപക പരിശീലന പദ്ധതി ഏതാ? ആൻസർ ആൻസർ നിഷ്ഠയാണ് അല്ലേ. അപ്പോൾ അധ്യാപകർക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത് കൃത്യനിഷ്ഠിതാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, നിഷ്ഠ. അടുത്ത് നോക്കാം. ഇന്ത്യയിലെ ഏത് നദിയിലാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള റബ്ബർ ഡാം ആയിട്ടുള്ള ഗയാജി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? പറഞ്ഞോളൂ ആൻസർ. ഇന്ത്യയിലെ ഏത് നദിയിലാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള റബ്ബർ ഡാം ആയിട്ടുള്ള ഗയാജി അണക്കെട്ട്? എവിടെയാ? ഫാൽഗു നദിയിലാണ് അല്ലേ, ഫാൽഗു നദിയിൽ കേട്ടോ. 13ാമത്തെ ചോദ്യം. ഡ്രോൺ സംവിധാനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മെഡിസിൻ ഫ്രം സ്കൈ എന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ്? മെഡിസിൻ ഫ്രം സ്കൈ എന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം
അരുണാചൽ പ്രദേശാണ് അല്ലേ, അരുണാചൽ പ്രദേശ്. അപ്പോൾ സ്കൈ എന്ന് പറയുമ്പോൾ നമുക്ക് സൂര്യനും അരുണനുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ, അരുണാചൽ പ്രദേശാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഡൽഹി യൂണിവേഴ്സിറ്റി സെലിബ്രേറ്റിംഗ് 100 ഗ്ലോറിയസ് ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഡൽഹി യൂണിവേഴ്സിറ്റി സെലിബ്രേറ്റിംഗ് 100 ഗ്ലോറിയസ് ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ഹർദീപ് സിംഗ് പുരിയാണ്. ആരാണ്? ഹർദീപ് സിംഗ് പുരി. അപ്പോൾ 100 ഇയേഴ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ദീപമൊക്കെ തെളിയിച്ചിട്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഹർദീപ് സിംഗ് പുരി. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യമാണ്. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2022 ചോദിച്ചിട്ടില്ല കേട്ടോ. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ സ്ഥാനം 40 അല്ലേ, 40. നമ്മൾ പറഞ്ഞു ഇന്നോവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇന്നോവയൊക്കെ ആലോചിക്കുക. അപ്പോൾ ഇന്നോവയിൽ 4 ചക്രമുണ്ട്, ഒരു സ്റ്റെപ്പിനി, ആ സ്റ്റെപ്പിനി നമ്മുടെ 0 ആയിട്ട് ആലോചിക്കുക അല്ലേ. അപ്പോൾ 40 കണക്ട് ചെയ്യാം കേട്ടോ. 2021 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് 46 കേട്ടോ. ഇനി അടുത്ത ചോദ്യം, 2022 സെപ്റ്റംബറിൽ ഇന്ത്യയിലെ ആദ്യ ഹിമപാത നിരീക്ഷണ റഡാർ സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാനം. ആദ്യ ഹിമപാത നിരീക്ഷണ റഡാർ കേട്ടോ, നിരീക്ഷണ റഡാർ സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ സിക്കിമാണ് അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് സിക്കൊക്കെ വരുമ്പോൾ, നമുക്ക് അസുഖമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ നിരീക്ഷിക്കും, നമുക്ക് ഭയങ്കര തണുപ്പൊക്കെ തോന്നും അല്ലേ, ഹിമവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഹിമപാത നിരീക്ഷണ റഡാർ സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ സിക്കിമാണ്. അടുത്ത ചോദ്യം, 2022 ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഗ്രാമം. ആദ്യത്തെ ജൈവ ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഗ്രാമം ഏതാണ്? ഏതാ? ആൻസർ ദിസ്പാരയാണ് അല്ലേ, ദിസ്പാര, ത്രിപുരയിലെ ദിസ്പാരയാണ്. അപ്പോൾ ജൈവഗ്രാമം, ജൈവ കൃഷി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പാരയൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ദിസ്പാര ത്രിപുര. അടുത്ത ചോദ്യം, കുറ്റകൃത്യങ്ങളിലേക്കും ലഹരി ഉപയോഗത്തിലേക്കും തിരിയുന്ന കുട്ടികളെ പിന്തിരിപ്പിച്ച് ആത്മവിശ്വാസം പകരുന്ന കേരള സർക്കാർ പദ്ധതി. കുറ്റകൃത്യങ്ങളിലേക്കും ലഹരി ഉപയോഗിക്കുന്നതിലേക്കും തിരിയുന്ന കുട്ടികളെ പിന്തിരിപ്പിച്ച് ആത്മവിശ്വാസം പകരുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഒപ്പമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ തിരിയുന്ന കുട്ടികളുടെ ഒപ്പം നിൽക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ, ഒപ്പമാണ് കേട്ടോ. ഇനി 19ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ സോളാർ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ സോളാർ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? ആൻസർ അമ്പലത്തറ അല്ലേ, അമ്പലത്തറ. നമ്മൾ പറഞ്ഞിരുന്നു സൺ ടെമ്പിൾ അല്ലെങ്കിൽ സൂര്യക്ഷേത്രവുമായിട്ടൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് അമ്പലത്തറയായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് ചോദ്യമാണ് 20ാമത്തെ ചോദ്യം, പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം രചിച്ചത് പറഞ്ഞോളൂ. ആൻസർ MB രാജേഷാണ് അല്ലേ, MB രാജേഷാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടിയെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മൈൻഡിൽ നിൽക്കുന്നുണ്ടോ, ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള മോക്ക് ടെസ്റ്റ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. കുറേ പേര് പറഞ്ഞിരുന്നു, കാരണം നമ്മളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, അത് നമുക്ക് മൈൻഡിൽ നിൽക്കുന്നുണ്ടെന്നും കൂടെ അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.